നമ്മുടെ ജെവിൻ ദാസിലൂടെ പോകണം. ഒരു പ്രധാനപ്പെട്ട ചോദ്യമുള്ളത്, ഗവർണർക്കെതിരെയുള്ള SFIയുടെയും DYFIയുടെയും പ്രതിഷേധം നമ്മൾ കണ്ടു. ഇന്നിപ്പോൾ മുഖ്യമന്ത്രിക്കെതിരെയുള്ള യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധവും നമ്മളിപ്പോൾ കാണുന്നു. യുവമോർച്ച എവിടെയാണ് എന്നൊരു ചോദ്യം എല്ലാവരും ചോദിക്കുന്നു. ഈ സീനിൽ യുവമോർച്ച ഇല്ലേ? യുവമോർച്ച സജീവമായിട്ട് തന്നെ ഈ സമരരംഗത്തുണ്ട്. ഈ കൊല്ലം ജില്ലയിലെ വിവിധ പോലീസ് സ്റ്റേഷനിൽ കരുതൽ തടങ്കലും കൊടികൊടി കാണിച്ചതിന് അറസ്റ്റ് വരിച്ചു ഇരിപ്പുണ്ട്. ഈ അഞ്ചാലുമൂട് പോലീസ് സ്റ്റേഷനിലും കൊല്ലം ഈസ്റ്റിലും വെസ്റ്റിലും എല്ലാം യുവമോർച്ച പ്രവർത്തകരുടെ നീണ്ട നിര നിങ്ങൾ പോയാൽ കാണാൻ സാധിക്കും. പക്ഷെ ഒറ്റ കാര്യം മാത്രം, ഡിവൈഎഫ്ഐയുടെ ജീവൻ രക്ഷാ പ്രവർത്തനത്തിന് യുവമോർച്ചക്കാർ നിന്നു കൊടുക്കാറില്ല. ജീവൻ രക്ഷാ പ്രവർത്തനത്തെ നമ്മൾ പ്രോത്സാഹിപ്പിക്കാറില്ല. അതുകൊണ്ട് ജീവൻ രക്ഷാ പ്രവർത്തനമായിട്ട് ഏറ്റുമുട്ടുന്ന സഹോദരങ്ങൾ തമ്മിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുണ്ടോ? അതിനിടയിലേക്ക് യുവമോർച്ച കൃത്യമായ പ്രതിഷേധം. ഇന്നലെ ഗവർണർക്കെതിരെ കേരളമെമ്പാടും കണ്ട കരിങ്കൊടി പ്രതിഷേധം, SFI എന്ന സംഘടന സജീവമായി ഗവർണർക്കെതിരെ സ്വീകരിച്ച രാഷ്ട്രീയ നിലപാടുകൾ, അത് കണ്ട് കേരളത്തിലെ യുവമോർച്ച പ്രവർത്തകർക്ക് എന്താണ് സംഭവിച്ചതെന്നാണ് ഞങ്ങൾ എല്ലാവരും അന്വേഷിക്കുന്നത്. അല്ലെന്നേ, ഗവർണർക്ക് പ്രൊട്ടക്ഷൻ കൊടുക്കേണ്ടത് ഈ നാട്ടിലെ ഫോഴ്സ് അല്ല. അവിടെ എന്തിനാണ് ഈ DYFIക്കാർ കാണിക്കുന്ന കലാപരിപാടി ഞങ്ങൾ കാണിക്കാൻ പോകില്ല. യുവമോർച്ചയ്ക്ക് ഗവർണർക്ക് പ്രൊട്ടക്ഷൻ കൊടുക്കുന്ന ജോലിയല്ല. ഇവിടുത്തെ യുവമോർച്ച പ്രവർത്തനം ഇവിടുത്തെ യുവജന സംഘടനയാണ്. ഗവർണർക്ക് പ്രൊട്ടക്ഷൻ കൊടുക്കേണ്ടുന്നത് ഈ രാജ്യമാണ്. അല്ല, പോലീസ് നന്നായി കൊടുക്കുന്നുണ്ട്. ഇറങ്ങി പോകുമ്പോൾ ഒരു മനുഷ്യനും ആ മനുഷ്യനെ പോറലേൽപ്പിക്കുന്നില്ല. നമ്മുടെ ഭരണഘടനാ സംവിധാനം ഗംഭീരമാണ്. അല്ല, ഞാൻ സമാധാനപരമാണ്. പക്ഷേ ലോ ആൻഡ് ഓർഡർ എല്ലാം അംഗീകരിക്കുന്നു. പക്ഷേ മിഠായി തെരുവിലേക്ക് കേരളം സുന്ദരമല്ലെന്ന് ആരെങ്കിലും പറഞ്ഞു? കേരളം മനോഹരമല്ലെന്ന് ആരെങ്കിലും പറഞ്ഞു? കേരളം സുന്ദരമാണ്. ഹിസ്റ്ററി ഓഫ് കണ്ണൂർ എന്ന് പറഞ്ഞ ഗവർണർ പറഞ്ഞു കേരളം പൊളിറ്റിക്കൽ അദ്ദേഹം അല്ലല്ല അങ്ങ് അതിനകത്ത് കിടന്ന് ഇങ്ങനെ ആവശ്യമില്ലാതെ 2 ദിവസമായിട്ട് അങ്ങ് ഞാലുന്നുണ്ട്. ആ അദ്ദേഹം അല്ല കൃത്യമായി അല്ലല്ല വള്ളി എന്ന ഗവർണർ പൊട്ടിച്ചു കളഞ്ഞു. പക്ഷെ അങ്ങനെ ചാടിപ്പിടിക്കാൻ നോക്കുകയാണ്. അല്ലല്ല, ആ വള്ളിയിൽ അങ്ങ് വീണ്ടും ചാടിപ്പിടിക്കാൻ ചോദ്യം. ആ കേരളത്തിന്റെ ഒരു സാമ്പത്തിക അടിയന്തരാവസ്ഥയിലാണെന്ന് പറഞ്ഞത് ഇതേ ഗവർണറാണ്. കേരളത്തിന്റെ ലോ ആൻഡ് ഓർഡർ തകർന്നിരിക്കുന്നു, അതാ ഭരണഘടനാ മെഷീനറി തകരുന്നതിന്റെ സൂചനയാണെന്ന് പറഞ്ഞത് ഗവർണറാണ്. ആ ഗവർണർ മിഠായി തെരുവിൽ പോയി അലുവ തിന്ന് തിരിച്ചു വന്നു, ഒരു പോറൽ വെൽക്കാതെ. അല്ല, എന്നേക്കാൾ പൊതുപ്രവർത്തകരെ കാണുകയും ഈ നാട് കാണുകയും ചെയ്യുന്ന ആളല്ലേ അങ്ങ്. ഒരു ലോ ആൻഡ് ഓർഡർ സിറ്റുവേഷൻ തകർന്നു എന്ന് പറഞ്ഞാൽ ഗവർണർക്ക് സുരക്ഷ കൊടുക്കുന്ന കാര്യത്തിലാണോ ലോ ആൻഡ് ഓർഡർ? നോക്കൂ, എന്തെല്ലാം കാര്യങ്ങൾ ഈ നാട്ടിൽ ചർച്ച ചെയ്യാനുണ്ട്. നോക്കൂ, ഇവിടെ തന്നെ DYFI ജീവൻ രക്ഷാ പ്രവർത്തനവുമായിട്ട് നാട് മൊത്തം ഇറങ്ങി ഇതര രാഷ്ട്രീയ പ്രവർത്തകരെ എടുത്തിട്ട് മർദ്ദിക്കുന്നു. അല്ല, അതെന്ത് ആയിക്കോട്ടെ, അത് അവർ പറയണം. അല്ല, അത് പറയാൻ വേറെ കാര്യം പറയണം. അല്ലല്ല, ഒരു നിമിഷം അതെ, അല്ലല്ല, നമ്മളെ ഡോക്ടർ ഒരു സെക്കൻഡ്, ഇവരിവിടെ തമ്മിൽ അടിക്കുമ്പോ അവിടെ മല്ലികാർജ്ജുന ഖാർഗെ പ്രധാനമന്ത്രിയായിട്ട് പ്രഖ്യാപിച്ചു. അതറിഞ്ഞില്ലേ നിങ്ങൾ? ഇവര് വെറുതെ കിടന്ന് അടിക്കുകയാണ്. ഈ പൊറോക്കെ പൊളിച്ചു കളഞ്ഞേച്ച് ബിന്ദു ചേച്ചിയൊക്കെ മത്സരിക്കേണ്ടതാണ് ഈ സഖ്യത്തിന്റെ ഭാഗമായിട്ട്. ഇങ്ങനെ ചെന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലുകൂടരുത്. സഹോദരങ്ങളായിട്ട് ഇറങ്ങി വോട്ട് പിടിക്കേണ്ടവരാണ്. അവിടെ മല്ലികാർജ്ജുന ഖാർഗെ അവിടെ പിടിച്ചിരുത്തിയിട്ടുണ്ട്. പാർലമെന്റ് ചെന്നിട്ട് വലിയ കാര്യമൊന്നുമില്ല. നിങ്ങളുടെ സ്പീക്കർ പുറത്താക്കുകയല്ലേ? നിങ്ങളുടെ സ്പീക്കർ പിടിച്ച് പുറത്താക്കുകയല്ലേ? ഒരു നിമിഷം, ആദ്യമായിട്ടാണോ കുറച്ച് എംപിമാരെ സ്പീക്കർ സസ്പെൻഡ് ചെയ്ത പേരെ കൂട്ടത്തോടുകൂടി സസ്പെൻഡ് ചെയ്യുക എന്ന് പറയുന്നത് ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമാണ്.